ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മുസിവി. 2019 ബജാജ് ഡോമിനാർ ഫോറിനറിൻ്റെ സ്പെസിഫിക്കേഷൻസും കാര്യങ്ങളൊക്കെ റിവീൽ ആയിരിക്കുകയാണ്. അപ്പോൾ അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ. അപ്പോൾ ഒരുപാട് പ്രതീക്ഷകളുടെ ആയിരുന്നു ഡോമിനാർ ഫോറിനർ ബജാജ് ഇന്ത്യയിലേക്ക് ലോഞ്ച് ചെയ്തത്. പക്ഷേ അവർ വിചാരിച്ച ആ ഒരു വിജയമൊന്നും അവർക്ക് ഇന്ത്യയിൽ ലഭിച്ചില്ലായിരുന്നു. അപ്പോൾ പഴയ കസ്റ്റമേഴ്സിൽ നിന്നുള്ള അഭിപ്രായങ്ങളും കാര്യങ്ങൾക്കൊക്കെ ഇമ്പോർട്ടൻറ്റ് കൊടുത്തിട്ടാണ് പുതിയ 2019 ഡോമിനാർ ഫോറിനർ വരുന്നത്. അപ്പോൾ എന്തൊക്കെയാണ് അതിന് വന്ന മാറ്റങ്ങൾ എന്ന് നമുക്ക് ഈ ഒരു വീഡിയോ കണ്ടിട്ട് മനസ്സിലാക്കാം. വീഡിയോ ഇഷ്ടമായി നിങ്ങളൊരു ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ അഭിപ്രായങ്ങളും കാര്യങ്ങളും നിങ്ങൾ വീഡിയോക്ക് താഴെ കമൻറ്റ് ചെയ്യുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തതാണെങ്കിൽ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെൽ ഐക്കൺ ഓൺ ആക്കാം. ഓക്കെ, വീഡിയോ പോകാം. ഇതിൻ്റെ ബുക്കിംഗ് ഇപ്പോൾ തുടർന്നുകൊണ്ടിരിക്കുകയാണ് ഈ ഡീലർഷിപ്പുകളൊക്കെ. സോ ഏതായാലും ഇതിൻ്റെ ഡിസൈൻ പരമായി നോക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ മെക്കാനിക്കലായിട്ട് നോക്കുകയാണെങ്കിലും ഒരുപാട് മാറ്റങ്ങൾ ബജാജ് ഡോമിനാർ ഫോറിനർ 2019 ഡോമിനാർ ഫോറിനറിന് കൊണ്ടുവന്നിട്ടുണ്ട്. ഒരു പുതിയ കളർ വേരിയൻ്റ് കൂടി നമുക്കിത് അവൈലബിൾ ആണ്. ഒരു ഗ്രീൻ കളർ കൂടി വണ്ടി വരുന്നുണ്ട്. അതുപോലെ തന്നെ ചെറുതാണെന്ന് തോന്നിപ്പിക്കുന്ന രൂപത്തിൽ ഹെഡ്ലാമ്പിന് ഒരു ചെറിയ മാറ്റം വന്നിട്ടുണ്ട്. അതുപോലെ മീറ്ററുകൾക്കൊന്നും മാറ്റമില്ല. ഇതിൻ്റെ മെയിൻ ആയിട്ടുള്ള ഒരു അട്രാക്ഷൻ എന്താണെന്ന് വെച്ചാൽ ഇതിന് ട്വിൻ ബാരൽ എക്സോ സിസ്റ്റമാണ് കൊടുത്തിരിക്കുന്നത്. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു അട്രാക്ഷൻ. പഴയ ഡിസൈനുള്ള അലോയ് വീലുകൾ തന്നെയാണ് ഇതിനും കൊടുത്തിട്ടുള്ളത്. അതുപോലെ 13 ലിറ്റർ ഫ്യൂൽ ടാങ്കിൽ ഒരു പുതിയ ടാങ്ക് പാഡ് ഡീറ്റെയിൽസ് കൂടി അവർ ആഡ് ചെയ്തിട്ടുണ്ട്. ഗ്രൗണ്ട് ക്ലിയറൻസിൽ മാറ്റമില്ല. പിന്നെ എന്താ വെച്ചാൽ ഇതിൻ്റെ ഹെഡ്ലാമ്പിന് മാറ്റം വന്ന പോലെ തന്നെ ടെയിൽ ലാമ്പിനും ചെറിയ ചെറിയ മാറ്റങ്ങൾ ബജാജ് കൊണ്ടുവന്നിട്ടുണ്ട്. വണ്ടിക്ക് ഒരു സെക്കൻഡറി LCD സ്ക്രീൻ കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ട്രിപ്പ് മീറ്റർ, അതുപോലെ ഗിയർ പൊസിഷൻ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇതിൽ ഡിസ്പ്ലേ ചെയ്യും. ബാക്ക് സീറ്റിൽ ഡോമിനാറിന്റെ ലോഗോ അങ്ങനെ പ്രത്യേകമായിട്ട് എടുത്ത് കാണിക്കുന്നുണ്ട്. വണ്ടിയുടെ ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്റർ ഡിസൈനിൽ ഒരു മാറ്റമില്ല. അതുപോലെ തന്നെ സർവീസ് റിമൈൻഡർ സിസ്റ്റം, ആവറേജ് ഫ്യൂൽ കൺസംപ്ഷൻ അതൊക്കെ ഇതിൽ ഡിസ്പ്ലേ ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഡോമിനാർ ഫോറിനറിന് ഡിസൈൻ പരമായിട്ട് വന്ന പ്രധാനപ്പെട്ട മാറ്റങ്ങൾ. പിന്നെ നമ്മൾ പറഞ്ഞു മെക്കാനിക്കലായിട്ടും ഒരുപാട് ചെറിയ ചെറിയ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. സോ ഇനി നമുക്ക് അതെന്തൊക്കെയാണെന്ന് നോക്കാം. പഴയ പോലെ തന്നെ 373.3 cc സിംഗിൾ സിലിണ്ടർ ലിക്വിഡ് കൂൾ എഞ്ചിൻ തന്നെയാണ് ഇതിന് കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ കുറച്ചുകൂടി പവർ ഇതിന് കൂടിയിട്ടുണ്ട് എന്നതാണ്. 39.3 bhp പവറിലാണ് ഇത് വരുന്നത്. അതുപോലെ 35 Nm ടോർക്കും ഇതിന് സൃഷ്ടിക്കാൻ കഴിയും. അപ്പോൾ പവറിൻ്റെ കാര്യത്തിൽ 5 bhp വരെ ഇതിന് കൂടിയിട്ടുണ്ട്. സോ നല്ലൊരു പവറും ഈ ഡോമിനാർ ഫോറിനർ 2019 ഡോമിനാർ ഫോറിനറിനെ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. അപ്പോൾ ഞാൻ ഉള്ളിൽ നിന്ന് വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്ന ടൈമിൽ പെട്ടെന്ന് കറണ്ട് പോയി. അപ്പോൾ അതാണ് ഞാൻ പുറത്തേക്ക് വന്നത്. സോ അപ്പോൾ ഇതൊക്കെയാണ് വണ്ടിയുടെ മെക്കാനിക്കലായിട്ട് വന്ന മാറ്റങ്ങൾ, അല്ലെങ്കിൽ ഇതൊക്കെയാണ് മെക്കാനിക്കലായിട്ടുള്ള കാര്യങ്ങൾ. പിന്നെ എന്താ വെച്ചാൽ വണ്ടിയുടെ നീളവും അതുപോലെ ഉയരവും സെയിം തന്നെയാണ്, പഴയ പോലെ തന്നെയാണ്. പക്ഷേ വീതി കുറച്ചുകൂടി കൂടിയിട്ടുണ്ട്. കുറച്ചുകൂടി വൈഡായിട്ടാണ് പുതിയ ഡോമിനാർ ഫോറിനർ വരുന്നത്. അപ്പോൾ ഇനി ഞാൻ ഇതിൻ്റെ റിവ്യൂലും കാര്യങ്ങളൊക്കെ കണ്ട കുറച്ച് കാര്യങ്ങൾ ഞാൻ നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യാണ്. സോ ഫസ്റ്റായിട്ട് തന്നെ ഇതിൻ്റെ സെക്കൻഡറി ഡിസ്പ്ലേക്കുള്ള ഒരു വിസിബിലിറ്റി കുറച്ച് കുറവാണ്. അതായത് നമ്മൾ വണ്ടി ഓടിക്കുമ്പോൾ ആ റോട്ടിലേക്കുള്ള നോട്ടം എടുത്തിട്ട് വേണം ഇതിൻ്റെ സെക്കൻഡറി ഡിസ്പ്ലേക്ക് നോക്കാൻ. സോ അത് ഇതിൻ്റെ ഒരു കുറവായിട്ട് പലരും പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ പ്രൈമറി ഡിസ്പ്ലേയിൽ ഒരുപാട് പുതിയ പുതിയ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ അവർ ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ എന്താണെന്ന് വെച്ചാൽ ഇതിന് പുതിയ സ്റ്റാൻഡാണ് വന്നിട്ടുള്ളത്. പിന്നെ അതുപോലെ ഇതിൻ്റെ പില്ലിയൻ സീറ്റിൽ നമുക്ക് പിടിക്കാനുള്ള ഒരു ഹാൻഡിൽ ബാർ അവർ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ അവിടെ നമുക്ക് ടൂറിംഗ് ഒക്കെ പോകുമ്പോൾ ലഗേജൊക്കെ തൂക്കിയിട്ടാണുള്ള കുറച്ച് സ്ട്രിപ്പ് അവർ ആഡ് ചെയ്തിട്ടുണ്ട്. വണ്ടിക്ക് കുറച്ച് എൻജിൻ വൈബ്രേഷൻ ഉണ്ട് എന്നാണ് പറയുന്നത്. അതുപോലെ ആനിൽ വൈബ്രേഷൻ തീരെ ഇല്ല എന്ന് പറയുന്നുണ്ട്. പിന്നെ വണ്ടിയുടെ ഫ്രണ്ട് സസ്പെൻഷൻ, അതുപോലെ എൻജിനിൽ വന്ന മാറ്റങ്ങൾ, അതുപോലെ തന്നെ പുതിയ എക്സോ സിസ്റ്റം, അതൊക്കെ കാരണം വണ്ടിക്ക് ഒരു 2 കിലോ ഭാരം കൂടിയിട്ട് ഉണ്ട് എന്ന് പറയുന്നു. അപ്പോൾ ഇനി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയേണ്ടത് വണ്ടിയുടെ വില ആയിരിക്കും. അപ്പോൾ പഴയ ഡോമിനാറിനേക്കാൾ കുറച്ച് ഒരു 20,000 രൂപയോളം അധികം പുതിയ ഡോമിനാർ ഫോറിനറിന് വരുമെന്നാണ് കേട്ടത്. അപ്പോൾ അതായത് 1,80,000-ഓളം ഇതിൻ്റെ എക്സ്ഷോറൂം പ്രൈസ് ഉണ്ടാകും. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്ത് ഒരു മീൻ വണ്ടി വരുന്നുണ്ട്. ഇതിനു മുമ്പ് വേഗം വീഡിയോ തീർക്കട്ടെ. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്ക്, ബെൽ ഐക്കൺ ഓൺ ആക്കിയേക്കാം. ഓക്കെ, സോ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.